Hi friends, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്കായി കാണിക്കുന്നത് അമ്മ ഉണ്ടാക്കിയ പുട്ടും വെജിറ്റബിൾ കറിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം നോക്കാം. ആദ്യം എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. ആദ്യം ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട്, സവാള, പച്ചമുളക്, തക്കാളി, ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസ് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഒരു ക്യാരറ്റ്, ഒരു ബീട്രൂട്ട്, ഒരു സവാള, ഒരു ഉരുളക്കിഴങ്ങ്, 4 പച്ചമുളക്, ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസ്. അത് കഴിഞ്ഞ് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ 1-ാം പാലും 2-ാം പാലും എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ വെജിറ്റബിൾസ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെജിറ്റബിൾസിൽ 2-ാം പാൽ ഒഴിച്ച് നല്ലോണം വേവിച്ചെടുക്കുക. 2-3 വിസിൽ, നിങ്ങൾ വെജിറ്റബിൾസ് എങ്ങനെയാണോ വേവുന്നതനുസരിച്ച് 2-3 വിസിൽസ് എടുത്ത് വേവിക്കുക. അത് കഴിഞ്ഞ് ഒരു കടായി ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ട് കടുക് ആഡ് ചെയ്ത് കടുക് പൊട്ടിയതിന് ശേഷം ഒരു സ്പൂൺ ജീരകം ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ആഡ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒന്ന് ഫ്രൈ ആയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക, ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പച്ചക്കറി ആഡ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യുക. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ 1-ാം പാല്, കട്ടിപ്പാല് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് പുട്ടിനുള്ള കാര്യങ്ങൾ നോക്കാം. എൻ്റെ അമ്മ പുട്ടിന് വേണ്ടി എടുത്തിരിക്കുന്നത് പൊടിയരിയാണ്. പൊടിയരി നല്ലോണം കഴുകിയതിന് ശേഷം ഒരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നിങ്ങളിപ്പോൾ കുത്തരി എടുക്കുന്നെങ്കിൽ അതിനേക്കാട്ടിലും കൂടുതൽ വെക്കേണ്ടിയിരിക്കും. പൊടിയരി ആയതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ച് ടൈം എടുത്തത്. അത് കഴുകി ഒരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം വെള്ളം വാർക്കാനായിട്ട് ഒരു അരിപ്പയിലോട്ട് ചേഞ്ച് ചെയ്ത് വെക്കുക. ആ വെള്ളം ഒന്ന് വാർന്നതിന് ശേഷം കുറച്ചായിട്ട് പൊടിച്ചെടുക്കുക. ഈ ഒരു പരുവത്തിന് പാകത്തിന് പൊടിച്ചെടുക്കുക. എല്ലാം പൊടിച്ചതിന് ശേഷം
കുറച്ച് വെള്ളം ഒരു തുള്ളി വെള്ളം മതി. അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കാരണം ഓൾറെഡി നമ്മളിപ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഈ ഒരു പാകത്തിന്. ഇനിയിപ്പോൾ അടുത്തായി നമുക്ക് പുട്ട് ആക്കിയെടുക്കാം. ഇപ്പോൾ കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിൽ റെഡി വെള്ളം നിറച്ചു. ഇനിയിപ്പോൾ അടച്ചു വെച്ചു. വിസിലൂരി മാറ്റി. അതിനുശേഷം ചിരട്ടപ്പുട്ടാണ് ചെയ്യുന്നത്. ഇച്ചിരി ഇതുപോലെ നിറച്ചെടുക്കുക. പുട്ട് റെഡി ആയിട്ടുണ്ട്. ദേ ആവി വന്നു തുടങ്ങി. ഇനിയിപ്പോൾ നമുക്കിത് പ്ലേറ്റിലോട്ട് ചേഞ്ച് ചെയ്യാം. അങ്ങനെ പുട്ട് റെഡിയായി. ഇനിയിപ്പോൾ ഒരു പുട്ട് അതിന് ശേഷം അടുത്ത പുട്ട് ആക്കുന്ന സമയത്ത് നമ്മുടെ പൊടി ഉണങ്ങിയിരിക്കുവാണെങ്കിൽ കയ്യിൽ ഇച്ചിരി വെള്ളം തേച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി. റെഡി ആയിക്കോളും. അതുപോലെ തന്നെ ഇനി അടുത്തതായി ഒരു ചിരട്ടപ്പുട്ട് കൂടി ചെയ്യാം. ഇതുപോലെ തന്നെ തേങ്ങാപ്പേരി ഇട്ട് നമ്മുടെ അരിപ്പൊടി ഇട്ട് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ആവി എടുക്കാം. അതുപോലെ തന്നെ ചിരട്ടയുടെ അടിയിൽ ഹോളുണ്ട്. ഇങ്ങനെ അടച്ചു വയ്ക്കുക. റെഡി ആയിട്ടുണ്ട്. ആവി വന്നു തുടങ്ങി. ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് ചേഞ്ച് ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.